അറബിക് ഫുഡ് അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, അവിടുത്തെ കാലാവസ്ഥയ്ക്കുള്ള ഫുഡുകളാണ് അതൊക്കെ കേരളത്തിൽ അതുപോലെ കൊണ്ടുവരുന്നതിൻ്റെ പരിണത ഫലങ്ങളാണല്ലോ. ഇപ്പം നോക്കിയാൽ വടക്കൻ മലബാറിലാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ്. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഫുള്ളാണ്. എന്നുവെച്ചാൽ കണ്ടമാനം ഇതുമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ മനുഷ്യനുണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ആഹാരശീലങ്ങൾ മാറ്റിയതിൻ്റെ പ്രശ്നങ്ങൾ നല്ലോണം വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണ രീതി ഏതായാലും നമുക്ക് ഉൾക്കൊള്ളാം. മറ്റു രാജ്യങ്ങളിൽ കഴിക്കേണ്ടെന്നുള്ളത് വല്ലപ്പോഴും നമ്മളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കഴിക്കുന്നതിന് വിരോധമില്ല. കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന ഒരാളാണല്ലോ. നമുക്ക് അവിടുത്തെ യാത്രാനുഭവങ്ങൾ വരുമ്പോൾ അവിടുത്തെ ഒരു ഫുഡ് അതെന്താണെന്ന് ടേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനൊക്കെ വിരോധമില്ല. പക്ഷേ അതാണ് ഭക്ഷണം എന്ന് പറഞ്ഞ് പോകുന്നിടത്താണ്, അല്ലെങ്കിൽ അതേ കഴിക്കാവൂ എന്ന് പറയുന്നിടത്തും സ്ഥിരമായി അത് ഉപയോഗിക്കുന്നിടത്തും ശരിയല്ല എന്നുള്ള അഭിപ്രായം. അത് ഈ ഫുഡ് ബ്ലോഗേഴ്സിന് അതിന് വലിയൊരു പങ്കില്ലേ? ബിക്കോസ് സോഷ്യൽ മീഡിയ ആണ് ഇതിന് ഇത്ര നശിപ്പിച്ചത് ശരിക്കും അറിയാൻ. ഈ പ്രാദേശികമായ ഇത്തരം മാറ്റങ്ങളുണ്ടല്ലോ, ഇതിന്റെ കാര്യത്തിൽ എങ്ങനെ കാണുന്നത്? ഇത് ആവശ്യമാണോ? അത് ഫുഡ് കൾച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടതുണ്ടോ? ഫുഡ് കൾച്ചർ മാറണമെന്ന് ഞാൻ പറയുന്നില്ല. ഫുഡ് കൾച്ചർ ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. യാത്ര ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് അവിടുത്തെ ഭക്ഷണം കഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അതൊക്കെ പറയില്ല, അതൊക്കെ ഒരു തീവ്രമായിട്ട് വളരെ പെട്ടെന്ന് ആൾക്കാർ പ്രതികരിക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെയൊന്നും ആവാൻ പാടില്ല. എന്തുകൊണ്ടിങ്ങനെ ആൾക്കാർ മാറുന്നു എന്നുള്ളത് എനിക്കൊരു അല്പം തോന്നാണ്. ഭക്ഷണത്തിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വർഗീയവാദിയായി മാറുക, അങ്ങനെയൊക്കെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ ശീലങ്ങൾ അങ്ങനെ ആയിപ്പോയി.